blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് 3 പേർ ചേർന്നിട്ടാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ന്യൂയോർക്കിൽ നിന്ന് ലീലാമ്മ, അതുപോലെ ബേബി എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തി, അതുപോലെ തന്നെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മറ്റൊരു വ്യക്തി കൂടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ 3 വ്യക്തികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ലീലാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭർത്താവിൻ്റെ മേൽ കർത്താവിൻ്റെ കരം വെച്ച് അങ്ങ് പൂർണ്ണമായി വിടുതലും സൗഖ്യവും നൽകണമേ. കുഞ്ഞുങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. അതുപോലെ ബേബിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിനകത്തേക്ക് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളെയും പകരണമേ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മധ്യപ്രദേശിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ, പ്രത്യേകിച്ച് സോറിയാസിസിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ കർത്താവ് അങ്ങ് കൽപ്പിച്ചതിനായി നന്ദി പറയുന്നു. കർത്താവെ, മകൻ്റെ വിവാഹം അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാ നന്മകളാലും അങ്ങ് നിറയ്ക്കുകയും മാനിക്കുകയും ചെയ്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സിസ്റ്റർ ലീലാമ്മ, ബ്രദർ ബേബി, അതുപോലെ തന്നെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ വ്യക്തിയോടുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ഇന്നത്തെ ഈ എപ്പിസോഡിൽ നിങ്ങൾ ഏത് സന്ദേശമായിരിക്കും കാണാൻ പോവുക? ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ നിങ്ങൾക്ക് അതിനുള്ള സൂചന നൽകി കഴിഞ്ഞു. ഇന്നും നാളെയും കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കേട്ട സന്ദേശം വെഡിങ് അറ്റ് കാനായിലെ കല്യാണം. ആ സന്ദേശത്തിന്റെ അടുത്ത 6ാമത്തെ ഭാഗമാണ് ഇന്ന് നിങ്ങൾ കാണാനായി പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ കേട്ടത് ശ്രേഷ്ഠകരമായ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള 5 തത്വങ്ങൾ, 5 പ്രിൻസിപ്പിൾസ് ഫോർ ക്വാളിറ്റി ലൈഫ്. അതാണ് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കേട്ടത്. അതുകൂടാതെ തന്നെ വാട്ടർ ജാസ് അല്ലെങ്കിൽ വെള്ളം വെച്ചിരുന്ന ആ കൽഭരണികളെ കുറിച്ച് ഒക്കെ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ടിരുന്നു. ഈ സന്ദേശത്തിൻ്റെ DVD ഫോമിൽ ഈ സന്ദേശം ഇറക്കിയിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ മാത്രം മതിയാകും. ഞങ്ങൾക്ക് അത് അയച്ചു തരാൻ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ അവിടെ നിന്ന് ലഭിക്കും. ഞങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് അയച്ചു തരാനും സാധിക്കുന്നതാണ്. ഇന്നത്തെ സന്ദേശത്തിൽ വെള്ളം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്, അതുപോലെ വെള്ളം വീഞ്ഞായി മാറിയല്ലോ, ആ വീഞ്ഞ് എന്തിനെയാണ് കാണിക്കുന്നത്, അതിൻ്റെ ആദ്യത്തെ ചില ഭാഗങ്ങളായിരിക്കും ഇന്ന് നിങ്ങൾ കാണാനായി പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ സന്ദേശം കാണാം. Jesus turned water into wine in that wedding house. ആ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കി തീർത്തു. Water into wine. വെള്ളത്തെ കർത്താവ് വീഞ്ഞാക്കി മാറ്റി. Now this water and wine represents so many things according to the scriptural language. ദൈവവചനത്തിന്റെ ഭാഷയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഒത്തിരി കാര്യങ്ങളെ ദൈവവചനത്തിന്റെ ഭാഷയിലൂടെ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. Jesus changed water into wine. യേശു കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കി. Hello. Jesus changed യേശു കർത്താവ് mere water to wine. യേശു കർത്താവ് ഒരു പച്ച വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. Water here represents the Old Testament law. ഇവിടെ വെള്ളം കാണിക്കുന്നത് പഴയ നിയമ ന്യായപ്രമാണത്തെയാണ്. And he turned that into wine, means he turned the era into the dispensation of grace. Wine represents grace. ഇവിടെ
ദൈവം പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എന്ന് പറയുന്നത് Yes. ന്യായപ്രമാണത്തിന്റെ കാലഘട്ടത്തെ, Yes. നിയമത്തിന്റെ കാലഘട്ടത്തെ വീഞ്ഞാക്കി മാറ്റിയതിലൂടെ പുതിയ നിയമത്തിൽ ഗ്രേസ്, കൃപയുടെ നാളുകളിലേക്ക് അതിനെ സൂചിപ്പിക്കുന്നതാണ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത്. Water represents Old Testament law. വെള്ളം കാണിക്കുന്നത് പഴയ നിയമത്തിന്റെ ന്യായപ്രമാണമാണ്. Wine represents New Testament grace. വീഞ്ഞ് കാണിക്കുന്നത് പുതിയ നിയമത്തിലെ കൃപയാണ്. Jesus changed water into wine. Lo, he changed into grace. യേശു കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അതിന്റെ അർത്ഥം എന്നുള്ളത് പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിലെ കൃപയാക്കി പുതിയ നിയമത്തിലെ കൃപയാക്കി ദൈവം മാറ്റി. We are not under the water-like experience. We are not under the law. We are under grace. നമ്മൾ ആയിരിക്കുന്നത് പഴയ ന്യായപ്രമാണത്തിന്റെ വെള്ളത്തിന്റെ അനുഭവത്തിന്റെ കീഴെ അല്ല. നമ്മൾ ആയിരിക്കുന്നത് പുതിയ വീഞ്ഞിന്റെ കൃപയുടെ കീഴിലാണ് നമ്മൾ ആയിരിക്കുന്നത്. The law fulfills, the grace fulfills law. കൃപ ന്യായപ്രമാണത്തെ പൂർത്തിയാക്കുന്നു. Yes. Jesus came to fulfill the law. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന് ന്യായപ്രമാണത്തെ പൂർത്തിയാക്കുന്നതിന്, നിവൃത്തിയാക്കുന്നതിന് വേണ്ടിയാണ്. And to give us grace. എന്നിട്ട് നമുക്ക് ദൈവത്തിന്റെ കൃപ തരുന്നതിന് വേണ്ടിയാണ് യേശു വന്നത്. We are all privileged to live under the era of the dispensation of grace. നമ്മളിപ്പോൾ ദൈവത്തിന്റെ കൃപയുടെ നാളുകളിൽ ജീവിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ആളുകളാണ് നമ്മൾ ഇന്ന് ഇവിടെ. Water here represents man's work. ഇവിടെ വെള്ളം ഇവിടെ കാണിക്കുന്നത് മനുഷ്യന്റെ പ്രവൃത്തികളെയാണ്. Hello. Water is man's work. ഇവിടെ കാണുന്ന വെള്ളം ഉള്ളത് മനുഷ്യന്റെ പ്രവൃത്തിയാണ്. Water they used for ceremonial washing. അവിടെ കാണിക്കുന്നത് വെള്ളം അവർ സാധാരണ ആചാരപരമായ കഴുകലിന് വേണ്ടിയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. It is for external application. അവരവിടെ വെള്ളം ഉപയോഗിച്ചിരുന്നത് ബാഹ്യമായ ഉപയോഗത്തിന് വേണ്ടിയാണ്. But when Jesus turned water into wine, എന്നാൽ യേശു കർത്താവ് അവിടെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയപ്പോൾ the wine is not for external application, it is mainly for internal application. വീഞ്ഞ് എന്നിരിക്കുന്ന ബാഹ്യമായ ഉപയോഗത്തിന് പുറമെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയല്ല, അകത്തേക്ക് ആന്തരികമായി അകത്തേക്ക് എടുക്കുന്നതിന് കഴിക്കുന്നതിന് വേണ്ടിയാണ് വീഞ്ഞ് ഉപയോഗിക്കുന്നത്. Man's works are doing peripheral things, superficial things. It cannot go deep and change a man. But when Jesus comes, he will give you wine-like experience. He will change you inside out. You will be totally transformed. You will become a new creation. മനുഷ്യൻ പുറമേയുള്ള കാര്യങ്ങൾ, പുറത്തുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോൾ യേശു കർത്താവ് വന്ന് നിങ്ങളുടെ അകത്തൊരു രൂപാന്തരം വരുത്തി, ഒരു വീഞ്ഞിന്റെ അനുഭവം വരുത്തി, നിന്റെ അകത്ത് നിന്നിന്റെ പുറമേക്കുള്ള എല്ലാ രീതിയിലും ദൈവം പൂർണ്ണമായി മാറ്റം വരുത്തുന്നു. Hallelujah. 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 Jesus came, യേശു കർത്താവ് വന്ന് turned water into wine, പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. as the first miracle, ആദ്യത്തെ അത്ഭുതം എന്ന് വണ്ണം. and it is a prophetic act of what Jesus was going to do in the years to come. അത് ഒരു പ്രാവചനികമായ ക്രിയയായിരുന്നു. യേശു കർത്താവ് ഇനി വരാനുള്ള വർഷങ്ങളിൽ, ദിവസങ്ങളിൽ ചെയ്യാനുള്ളതിന്റെ പ്രാവചനിക ക്രിയയാണ് യേശു കർത്താവ് അത് ചെയ്തത്. Hallelujah. Hallelujah. He came to change history. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വരുന്നത് ചരിത്രത്തെ മാറ്റി എഴുതുന്നതിന് വേണ്ടിയാണ്. The first miracle was a prophetic miracle. ആദ്യം യേശു കർത്താവ് ചെയ്തത് ഒരു പ്രാവചനികമായ അത്ഭുതമായിരുന്നു. This miracle says, I am changing the dispensation, I am changing the age, I am changing the era, I am giving you a new era of wine era. ഞാൻ യേശു കർത്താവ് അവിടെ പറഞ്ഞതിന്റെ അർത്ഥം പഴയ ഒരു കാലഘട്ടമുണ്ട്, ന്യായപ്രമാണത്തിന്റെ ഒരു നിയമത്തിന്റെ കാലഘട്ടമുണ്ട്. അത് ഞാൻ മാറ്റി പുതിയ ഒരു കാലഘട്ടം, പുതിയ ഒരു അനുഭവം, പുതിയൊരു വർഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. In the Old Testament everything was external. പഴയ നിയമത്തിൽ അവിടെയുള്ള കാര്യങ്ങളെല്ലാം പുറമേയുള്ള ബാഹ്യമായ പ്രകടനങ്ങൾ മാത്രമാണ്. Sacrifices, so many washings, so many observances, so many rituals, so many practices. But Jesus said, no, that cannot change your life because everything is going on your outside. പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം പുറമേയുള്ള കാര്യങ്ങളാണ്. കഴുകലുകൾ, യാഗങ്ങൾ, അങ്ങനെ ഒത്തിരി ആചാരങ്ങൾ, ഉത്സവങ്ങൾ, അതെല്ലാം പുറമെയാണ്. പക്ഷെ യേശു കർത്താവ് പറഞ്ഞു അതൊന്നുമല്ല,
അകത്തു നിന്നുള്ള കാര്യങ്ങൾ, അതാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നത്. Hallelujah പറഞ്ഞാലും today in the grace ages we are having everything inside of us. ഇന്ന് ഈ കൃപയുടെ നാളുകളിൽ ഇപ്പോൾ ഉള്ളതെല്ലാം നമ്മുടെ അകത്താണ് ഇപ്പോൾ എല്ലാം ആരംഭിക്കുന്നത്. Hello everyone listening to this message, Jesus wants to give a thorough change in your inside. ഇത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ, യേശു കർത്താവിന് നിങ്ങളുടെ അകത്തെ മനുഷ്യനിൽ ഒരു പരിപൂർണമായ മാറ്റം വരുത്തുവാൻ യേശു കർത്താവ് ആഗ്രഹിക്കുകയാണ്. Jesus did not serve this new wine in wine skin. Instead Jesus served in stone jars. യേശു കർത്താവ് ഈ വീഞ്ഞ് ഒരിക്കലും തോൽക്കൂടങ്ങളിലല്ല വീഞ്ഞ് സൂക്ഷിച്ചത്, കൊടുത്തത് യേശു കർത്താവ് സെർവ് ചെയ്തത്, യേശു കർത്താവ് അത് ചെയ്തത് കൽഭരണികളിലാണ്. And the kalbharani used the stone jar, the rock jar, it represents Jesus. ഈ അവിടെ കാണുന്ന കൽഭരണി, അവിടെ ഉപയോഗിച്ച ആ കല്ലുകൊണ്ടുണ്ടാക്കിയ ഭരണി, അത് കാണിക്കുന്നത്, സൂചിപ്പിക്കുന്നത് യേശു കർത്താവിനെയാണ്. Wine is coming out of the rock. വീഞ്ഞ് വരുന്നത് പാറയിൽ നിന്നാണ്. It shows the shedding of Jesus' blood from the rock who is Christ. That also was prophetic for your redemption and for your purification. I am going to give my blood to you. I will shed my blood for the whole humanity. ഇവിടെ വരുന്ന വൈൻ കാണിക്കുന്നത് പാറയായിരിക്കുന്ന യേശു കർത്താവിൽ നിന്ന് ഒഴുകി വരുന്ന യേശുവിന്റെ രക്തമാണ് ഇവിടെ വീഞ്ഞായി സൂചിപ്പിക്കുന്നത്. ആ യേശുവിന്റെ രക്തം സകല മാനവരാശിയുടെയും രക്ഷയ്ക്ക് വേണ്ടി ഒഴുകപ്പെട്ടതാണ്. Hallelujah. Hallelujah. Now look at me. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാലും, if you are spiritually blind, നിങ്ങൾ ആത്മീകമായി അന്ധതയുള്ളവരാണെങ്കിൽ, you will not understand anything. നിങ്ങൾക്ക് ഒന്നും തന്നെ മനസ്സിലാകില്ല. You will read John chapter 2. നിങ്ങൾ യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം വായിക്കും. And Jesus changed water into wine. യേശു കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കി. Okay, so Jesus supplied liquor. അവിടെ യേശു കർത്താവ് അപ്പം മദ്യം വിളമ്പിയോ? Okay, so I can drink liquor. I can have 3x or 4x. എനിക്ക് അതുകൊണ്ട് മദ്യപിക്കാൻ പറ്റും. 3x 4x എന്തും എനിക്ക് മദ്യപിക്കാൻ പറ്റും. This is what a carnal man understands. ഇതാണ് ആത്മീകനല്ലാത്ത ഒരു വ്യക്തി ചിന്തിച്ചു കൂട്ടുന്നത്. Jesus supplied liquor. യേശു കർത്താവ് ദാണ്ടെ ഇവിടെ മദ്യം വിളമ്പിയിരിക്കുന്ന കാനാവില്. So I can drink. അതുകൊണ്ട് എനിക്ക് എത്ര വേണേലും കുടിക്കാൻ പറ്റും. So drinking is biblical. അതുകൊണ്ട് അവർ പറയുന്നു ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കുടിക്കുക, മദ്യപിക്കുക എന്ന് വചനത്തിൽ പറയുന്ന കാര്യമാണ്. Jesus drank liquor and he supplied. യേശു കർത്താവ് മദ്യപിച്ചു, യേശു കർത്താവ് മദ്യം വിളമ്പുകൂടെ ചെയ്തു. He was in charge of the beverage corporation that day. അവിടെ യേശു കർത്താവ് ബിവറേജ് കോർപ്പറേഷന്റെ MD ആയിരുന്നു അന്നത്തെ കാലത്ത് എന്ന് പറയുന്നത്. Jesus supplied all the liquor. യേശു കർത്താവ് ഈ മദ്യം എല്ലാം വിളമ്പിയല്ലോ. If you don't have the Holy Spirit, you will understand scripture that way. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഇരിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ വചനം അതുപോലെയൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിയെടുക്കുന്നത്. And all the drunkards and alcoholics are happy. അതുകൊണ്ട് എല്ലാ മദ്യപിക്കുന്ന ആളുകളും അതുമൂലം വളരെയധികം സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. But this is a prophetic sign of something else. എന്നാൽ ഇത് നടത്തിയത് വരുവാനിരിക്കുന്ന എന്തിന്റെയൊക്കെയോ പ്രാവചനികമായ കാര്യം, ഒരു അത്ഭുതമാണ് യേശു കർത്താവ് ചെയ്തത്. Jesus did not supply wine in a wine skin. He provided it in stone jars, showing I am the rock, and from out of me blood shall gush out to cleanse the sin of the whole humanity. That was prophetic. കൽഭരണികളിലാണ് അത് സൂചിപ്പിക്കുന്നത്. യേശു കർത്താവ് എന്ന പാറയാകുന്ന കൽഭരണികളിൽ നിന്ന് ഒഴുകുന്ന യേശുവിന്റെ രക്തത്തെയാണ്. ആ രക്തത്തിലൂടെ സകല മാനവരാശിയെയും യേശു കർത്താവ് വിടുവിക്കാൻ പോവുകയാണ്. This is a huge truth. അത് വളരെ ആഴമേറിയ സത്യമാണ്. Do you understand what I'm saying? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? The first miracle. ആദ്യത്തെ അത്ഭുതം Jesus is saying to the world, യേശു കർത്താവ് ലോകത്തോട് പറയുകയാണ്, I am the rock of ages. ഞാനാണ് പുരാതനമായുള്ള പാറയാകുന്നു. And from me my blood will around the globe. എന്നിൽ നിന്ന് എന്റെ രക്തം ഒഴുകി ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലുള്ള ജനങ്ങളെയും രക്ഷിക്കുവാൻ വേണ്ടി എന്റെ രക്തം ഒഴുകാൻ പോവുകയാണ്. Do you know something? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? The blood of Jesus started flowing from the cross of Calvary 2000 years back.
യേശുവിന്റെ രക്തം കാൽവറി ക്രൂശിൽ നിന്ന് 2000 വർഷങ്ങൾക്ക് മുൻപ് ഒഴുകുവാൻ തുടങ്ങി. And it is still flowing. അതിപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. Flowing through the nations, flowing through the generations. ആളുകളിലേക്ക്, ജനങ്ങളിലേക്ക്, തലമുറകളിലേക്ക്, രാജ്യങ്ങളിലേക്ക് യേശുവിന്റെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. It started flowing from the Middle East, in Palestine, in Jerusalem. അത് പലസ്തീനിലെ മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് അവിടെ നിന്നാണ് അത് ഒഴുകുവാൻ തുടങ്ങിയത്. From a mount called Calvary. കാൽവറി എന്ന് പറയുന്ന മല മുകളിൽ നിന്നാണ് ഒഴുകുവാൻ തുടങ്ങിയത്. Do you know something? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? It flowed and flowed and flowed and it reached India. അത് ഒഴുകി 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 അത് ഇന്ത്യയിൽ എത്തിച്ചേർന്നു. It reached Cochin. അത് കൊച്ചിയിൽ എത്തിച്ചേർന്നു. In every place of Kerala. കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ആ രക്തം And it reached you and 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 me. ആ രക്തം നിങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരിലും ആ രക്തം ഒഴുകി ചേർന്ന് എന്റെ അകത്തുമായി യേശുവിന്റെ രക്തം എത്തിച്ചു. The first miracle at the wedding house of Cana says. കാനാവിലെ ആദ്യത്തെ അത്ഭുതം നമ്മളോട് പറയുന്നു. Jesus says, യേശു കർത്താവ് പറയുന്നു, I have come ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് to give you my blood. എന്റെ ബ്ലഡ്, എന്റെ രക്തം, എന്റെ ചോര നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയാണ്. And to show this and to affirm this, to establish on the day of the Last Supper, he took the cup of wine and he said, this is my blood. അതിനു വേണ്ടിയാണ്, അത് സ്ഥാപിക്കുവാൻ വേണ്ടി അന്ത്യ അത്താഴത്തിന്റെ സമയത്ത് യേശു കർത്താവ് പാനപാത്രം, വീഞ്ഞ് നിറഞ്ഞ പാനപാത്രം എടുത്തുയർത്തിയിട്ട് പറഞ്ഞു, ഇത് എന്റെ രക്തമാകുന്നു. Would you please lift your left hand and right hand and thank Jesus for coming into this world to give us his blood. രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവിനോട് നന്ദി പറഞ്ഞ് ഈ ലോകത്തിലേക്ക് വന്ന് തന്റെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കി തന്നതിനാൽ. Oh, the blood of Jesus. Everybody together. Oh, the blood of Jesus. Oh, the blood of Jesus. Lift your hand. Oh, the blood of Jesus. It was as white as snow. Thank you for the blood of Jesus. I thank you, Lord. Thank you for the blood of Jesus. Thank you for the blood of Jesus. And washed as white as snow. It washed as white as snow. It washed as white as snow. Please be seated. I want to preach something more. ദയവായി എന്നാലും കൂടുതലായി ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ. Hallelujah. Hallelujah. In this miracle, water also represents the word of God. ഇന്ന് ഈ ഇതിനകത്ത് വെള്ളം കാണിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെ കൂടെയാണ്. In many places in the scripture, water represents the word of God. നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുകയാണെങ്കിൽ ഒത്തിരി സ്ഥലങ്ങളിൽ വെള്ളത്തെ ദൈവത്തിന്റെ വചനമായി ഉപമിക്കാറുണ്ട്. And wine represents the Holy Spirit also. വീഞ്ഞിനെ പരിശുദ്ധാത്മായും അവർ സൂചിപ്പിക്കാറുണ്ട്. And Ephesians chapter 5 and verse number 24 onwards, if you read, എഫെസ്യർക്ക് ലേഖനം 5-ാം അധ്യായം അതിന്റെ 24-ാം അധ്യായം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, he washes the church, which is his bride, with the word of God, just like we wash our bodies with water. അവിടെ നമുക്ക് കാണാൻ പറ്റും തന്റെ മണവാട്ടിയാകുന്ന സഭയെ ദൈവത്തിന്റെ വചനത്താൽ ദൈവം ശുദ്ധീകരിക്കുന്നു, നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നു. But if you study the Bible properly, wine is also in water. നിങ്ങൾ ദൈവത്തിന്റെ വചനം പഠിക്കുകയാണെങ്കിൽ ഈ വീഞ്ഞിനകത്ത് വെള്ളമുണ്ട്. Meaning water represents the word of God. വെള്ളം കാണിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെയാണ്. Wine represents the Holy Spirit. വീഞ്ഞ് കാണിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ്. I said there is wine in water. ഞാൻ പറഞ്ഞു വെള്ളത്തിനകത്ത് വീഞ്ഞുണ്ട്. Meaning there is the Holy Spirit inside water.
I mean, inside the word of God. അതിന്റെ അർത്ഥം പറയുന്നത് ദൈവത്തിന്റെ വചനത്തിനകത്ത് പരിശുദ്ധാത്മാവുണ്ട്. Give me a verse. വാക്യന്താ? John chapter 6 and verse number 63. യോഹന്നാൻ സുവിശേഷം 6:63. It says the spirit gives life, the flesh counts for nothing. The words I have spoken to you are spirit and they are life. Meaning the spirit of God is in the word. 6:63 വാക്യം. Yes. ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു, ശരീരം ഒന്നിനും ഉപയോഗിക്കുന്നില്ല. ഞാൻ സംസാരിച്ചിട്ടുള്ള വചനം ആത്മാവും ജീവനുമാകുന്നു. So വചനത്തിനകത്ത് ആത്മാവുണ്ട്. Hallelujah. ഇനി മിറക്കിൾസ് ടുഡേയുടെ സമയമാണ്. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷികൾ, ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ നടന്നിട്ടുള്ള സാക്ഷ്യങ്ങളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണെന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. കാണുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അതേ അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. പക്ഷെ തീരുമാനിക്കണം, ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വന്ന് ഞാനത് പങ്കുവെക്കുമെന്ന്. അതുകൊണ്ട് ദയവായി ശ്രദ്ധിച്ചാൽ. സഹോദരിയുടെ പേര് സബീന ജോയ് എന്നാണ്. എടക്കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. കർത്താവ് ചെയ്ത വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ, തനിക്ക് ഒരു വീടില്ലായിരുന്നു. ഇവർക്ക് പള്ളുരുത്തി ദേശത്ത് ഒരു സെന്റ് സ്ഥലവും 2 കടമുറിയും ഉണ്ടായിരുന്നു. അത് വിറ്റാങ്കിൽ മാത്രമേ ഇവർക്കൊരു വീട് സ്വന്തമായിട്ട് മേടിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യണ ആരും പലപ്പോഴും ഡാമിൻ ബ്രദർ ഇങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ ഇവരുടെ മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എപ്പിസോഡ് സ്പോൺസർ ചെയ്യണമെന്ന്. അപ്പോൾ ഇതിൻ്റെ കടമുറിയുടെ ഇതിന് വേണ്ടിയിട്ട് പലരും കണ്ടെങ്കിലും വേണ്ട ഒരു വില കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഇതിന് ശക്തമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നല്ല വിലയ്ക്ക് ഏകദേശം 7 ലക്ഷം രൂപയ്ക്ക് കടമുറി വിറ്റുപോയി. പക്ഷെ അതിൻ്റെ അഡ്വാൻസ് കിട്ടിയപ്പോൾ തന്നെ താൻ കഴിഞ്ഞ ഡിസംബർ മാസം എപ്പിസോഡ് സ്പോൺസർ ചെയ്തായിരുന്നു. അതിൻ്റെ ഫലമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഉടനെ തന്നെ സ്വന്തമായിട്ടൊരു വീട്, അതായത് 7 ലക്ഷത്തിന് തന്നെ നല്ലൊരു വീടും 3 സെന്റ് സ്ഥലവും ഒരു വീടും കൂടി ലഭിച്ചു. എന്താ ചേച്ചി പറയാൻ പോയി? എന്താണ് ഞാൻ പറഞ്ഞത്? ആ ആഴ്ചയിൽ തന്നെ സ്പോൺസർ ചെയ്ത ആഴ്ചയിൽ തന്നെ എനിക്കൊരു ബ്രോക്കർ വന്നിട്ട് പറഞ്ഞു ഇന്ന മാതിരി ഒരു വീട് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് എനിക്കത് മേടിക്കാം, ആ വിലക്ക് തന്നെ, ആ 7 ലക്ഷത്തിന് തന്നെ. കർത്താവേ, നിന്റെ നാമത്തിൽ ഈ മകളെ ഞങ്ങൾ ഇപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ വലിയ അനുഗ്രഹങ്ങൾ കർത്താവെ അങ്ങ് പകർന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഇനി പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ള സമയമാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കണ്ണിൻ്റെ അസുഖങ്ങൾ, കാഴ്ച കുറയുന്ന അസുഖങ്ങൾ കർത്താവെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാനസിക അസുഖങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് മാറിപ്പോകട്ടെ കർത്താവെ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഇപ്പോൾ തന്നെ അവർ പൂർണ്ണ അളവിൽ അത് സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ തന്നെ ബ്ലീഡിങ് യേശുവിൻ്റെ നാമത്തിൽ അത് നിൽക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ ബ്ലീഡിങ് അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാസങ്ങളായിട്ട് നിങ്ങൾക്ക് ജലദോഷമാണ്, നിങ്ങളുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ഒക്കെ ഇങ്ങനെ കഫം ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികൾ കർത്താവ് സൗഖ്യമാക്കിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ കരം ശക്തിയോടെ അങ്ങ് വെളിപ്പെടുത്തിയതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. എന്ത് ഭക്ഷണം കഴിച്ചാലും നിങ്ങളുടെ വയർ വല്ലാതെ വീർത്ത് നിൽക്കുന്ന വ്യക്തി കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയതിനായി നന്ദി പറയുന്നു. ക്ഷുദ്രജീവികൾ കടിച്ചത് നിമിത്തമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ ഭാഗത്തെ അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ അത് പൂർണ്ണമായിട്ട് മാറി അത് സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കുടുംബജീവിതത്തിലെ തകർച്ചകൾ അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ആ പ്രശ്നങ്ങൾക്ക് ഒരു വലിയ പരിഹാരം ഉണ്ടാകട്ടെ. ആ പ്രശ്നങ്ങളിൽ കർത്താവിൻ്റെ കൈ വന്നു ചേർന്ന് ഒരു വലിയ ജീവപ്രകാശം അവിടെ ഉദിപ്പിച്ച് അങ്ങ് വിടുതലുകൾ കൊടുത്തതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവെ. താങ്ക് യു ജീസസ്. കർത്താവ് അങ്ങനെ അത്ഭുതം ചെയ്തതിനായി നന്ദി. ദൈവപ്രവൃത്തിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ടൈം ടേബിൾ
ഫോട്ടോഗ്രാഫോടുകൂടെ അയക്കാൻ മറക്കരുത്. നിങ്ങളുടെ പരീക്ഷാ ദിവസങ്ങളിൽ പ്രാർത്ഥനാ പോരാളികൾ ഇവിടെ പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ മൈ പ്രേ ഡയറി ഇംഗ്ലീഷിൽ ആവശ്യമുള്ളവർ ദയവായി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഒരു സുവർണാവസരം ഞങ്ങൾ ഒരുക്കിയാണ്. ബ്രദർ ഡാമിയന്റെ സൈനോട് കൂടിയ പുസ്തകം നിങ്ങൾക്ക് അതേ വിലയ്ക്ക് തന്നെ, നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാൻ സാധിക്കും. അതേ വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഈ മാർച്ച് 3 വരെയാണ് അതിന്റെ സമയം എന്നുള്ളത്. അപ്പോൾ തന്നെ മാർച്ച് 3-ാം തീയതിയാണ് സ്റ്റുഡൻസ് ബ്ലെസ്സിംഗ് പ്രേയർ നടക്കുന്നത്. ആ പ്രേയറിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത്തെ ദിവസമാണ്. ഇതുവരെ പങ്കെടുത്തിട്ടില്ലാത്തവർ ഈ ദിവസങ്ങളിൽ വന്ന് പങ്കെടുക്കണം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തത് ബൈബിൾ ആൻഡ് യു പ്രോഗ്രാമാണ്. ബൈബിൾ ആൻഡ് യു പ്രോഗ്രാമിൽ ഓരോ ദിവസവും ഓരോ കുട്ടികൾ മാറി മാറി വന്നുകൊണ്ടിരിക്കാൻ നിങ്ങൾ അത് എൻജോയ് ചെയ്യുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. കർത്താവിന്റെ വലിയ അനുഗ്രഹത്താൽ കർത്താവ് നിങ്ങളെ കാണട്ടെ. അതുകൊണ്ട് നാളെ വീണ്ടും ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമിലൂടെ നമുക്ക് ഒരുമിച്ച് കാണാം. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: മലമുകളിൽ യേശു രൂപാന്തരപ്പെട്ടപ്പോൾ ശിഷ്യന്മാരിൽ ആരൊക്കെ കൂടെയുണ്ടായിരുന്നു? Who all were present when Jesus transfigured on the mountain? Options: A. Patros, Yohanan, Thomas. B. Thomas, Jacob, Patros. C. Jacob, Patros, Andreas. D. Patros, Yohanan, Jacob. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ OM ബോക്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അയച്ചു തരുന്നതാണ്. നമ്മുടെ ദൈവം മഹാദൈവമാണ്. Our God is a great God. He is a big God. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.